സ്വാമിയെ ശരണമയ്യപ്പ. ശരണം ശബരിഗിരീശത്തിലേക്ക് സ്വാഗതം. ശബരിമല യാത്രയിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് കെട്ടുനിറ. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് എന്നാണ് ഭക്തർ വിളിക്കുന്നത്. കെട്ടില്ലാതെ പടിയൗട്ടാൻ പറ്റുന്നത് ഒരേ ഒരാൾക്ക് മാത്രം, അയ്യപ്പൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന അല്ല രാജപ്രതിനിധിക്കും അതേപോലെ തന്നെ അവിടെ നിയോഗിക്കപ്പെട്ട തന്ത്രി, മേൽശാന്തി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കാര്യങ്ങളുമായി നിയോഗിക്കപ്പെട്ടവർക്ക് കിട്ടില്ലാതെ പ്രതിപുരുഷന്മാർ. കാരണം തിരുവാഭരണ പെട്ടിയുമായി വരുന്നവർക്ക് ആ ഗ്രൂപ്പിലുള്ളവർക്ക് കെട്ടുവേണ്ട. പക്ഷേ ആ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ പോകുന്നവർക്ക് അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും അകത്ത് പൂജിച്ച ആ മാല ധരിച്ചുകൊണ്ടാണ് അവർ തിരുവാഭരണത്തെ വാങ്ങിയിട്ടാണ് അവർക്ക് കെട്ടില്ലാതെ പ്രവേശിക്കുക. തിരുവാഭരണം ചുവക്കുന്നവർ പന്തളം രാജാവ് അനുമതി നൽകിയാണ് അവരെ ഇങ്ങോട്ട് അയക്കുന്നത്. അവർക്കും പ്രവേശിക്കാം. പിന്നെ അയ്യപ്പൻ്റെ പൂജകനായി അവിടെ നിൽക്കുന്ന തന്ത്രി, മേൽശാന്തി, ഇവർക്കും കെട്ടില്ലാതെ അവിടെ കയറാനും ആ സമയത്ത് ഇപ്പം ഞാൻ മേൽശാന്തി ആയിരിക്കുമ്പോൾ ഇറങ്ങാം. പക്ഷേ ഇപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ ഇരുമുടി കെട്ടുണ്ടെങ്കിൽ മാത്രമേ 18-ാം പടി കയറാൻ പറ്റുകയുള്ളൂ. ഈ മാലയിട്ട ഏത് ഭക്തനും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കെട്ടുനിറ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വേണോ അതോ അവരവരുടെ ഭവനത്തിൽ നിന്നും ആകാമോ? അത് എങ്ങനെ വേണമെങ്കിലും ആകാം. പ്രധാനമായിട്ട് ശുദ്ധമുള്ള പരിശുദ്ധമായ ഏതെങ്കിലും സങ്കേതത്തിൽ വെച്ചായിരിക്കണം കെട്ടുനിറയ്ക്കുക എന്നുള്ളതാണ്. കാര്യം കെട്ടുനിറയ്ക്കുക എന്നുള്ളത് തന്നെ ആ അയ്യപ്പ ദർശനത്തിന് പോകുന്ന ആദ്യ ഘട്ടത്തിലെ ഒരു പൂജയായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം അയ്യപ്പനെ സ്മരിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് ഗുരുസ്വാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതുല്യരായിട്ടുള്ള പുരോഹിതന്മാരോ ആണ് കെട്ടുനിറയ്ക്കുന്നതിന് നേതൃത്വം കൊടുക്കുക. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവിടുത്തെ മേൽശാന്തി ഉണ്ടാകും. അല്ല ഭവനങ്ങളിലാണെങ്കിൽ അതിന് ഗുരുസ്വാമിമാരോ അല്ലെങ്കിൽ നമ്മൾ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരായിരിക്കും കെട്ടുനിറയ്ക്കുക. വീട്ടിൽ ക്ഷേത്രത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, വീട്ടിലുമാകാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇടത്താവളങ്ങളായിട്ട് ഭജന മഠങ്ങളായിട്ട് തീരുമാനിക്കും. വ്രതങ്ങളുടെ ഭാഗമായിട്ട് അവിടെ വെച്ചും കെട്ടുമുറുക്കാറുണ്ട്. കെട്ട് നിറയ്ക്കേണ്ടതപ്പോൾ എന്തായാലും ഒരു ഗുരുസ്വാമി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഏതിനും ഒരു ഗുരു ഉപദേശത്തിലൂടെ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഒരു ഗുരുസ്വാമി അല്ലെങ്കിൽ ഗുരുസ്വാമിക്ക് തുല്യമായ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂജകനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആണ് കെട്ടുനിറയ്ക്കുന്നത് നേതൃത്വം കൊടുക്കുക. ഗുരുസ്വാമി എന്ന് പറയുമ്പം 18 മലകൾ പോയിട്ട് വന്ന ഒരാളാണ് ഗുരുസ്വാമി ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിശ്വാസമാണ്. 18 മലകൾ പോയി അദ്ദേഹം ശബരിമലയിലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഒരു പരിധി വരെ മനസ്സിലാക്കി ഒരു ഗുരുസ്വാമിയുടെ ശിക്ഷണത്തിൽ വരുന്ന ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു അയ്യപ്പന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുവാൻ കെൽപ്പുള്ളവനും പരമഭക്തിയോടുകൂടി അയ്യപ്പദാസനായി ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഗുരുസ്വാമിയായിട്ട് നമ്മൾ സങ്കല്പിക്കാറുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് കെട്ട് നിറയ്ക്കുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പന്തലിടുകയോ? അതെ, പന്തലിടുകയോ അല്ലെങ്കിൽ വീട്ടിൽ അകത്തും വെച്ചും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നിടം വരെ ആ വീടും പരിസരമെല്ലാം ശുദ്ധമായിട്ടും പവിത്രമായിട്ടും പാലിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിന് നിലവിളക്ക് വെച്ച് ഗണപതി നിവേദ്യാദികളെല്ലാം സങ്കല്പിച്ച് വെച്ച് അവിടെ വെച്ച് നമുക്ക് കെട്ടുമുറുക്കാവുന്നതേ ഉള്ളൂ. അല്ല, ചിലയിടത്ത് ഈ പന്തൽ ചില സ്ഥലത്ത് വടക്കൻ മേഖലകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം പന്തൽ തയ്യാറാക്കി അവിടെ ചിലരെ കെട്ടുമുറുക്കുന്നതിന് ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ നടത്താറുണ്ട്. ആഴിയും പടുക്കയും ഒക്കെ ഇട്ട് ശരണം വിളികളും ഒക്കെ ചെയ്ത് അന്നദാനവും ഒക്കെ നടത്തി പ്രത്യേകമായിട്ട്. അത് തെക്കൻ കേരളത്തിൽ വരുമ്പോൾ കഞ്ഞി വീഴ്ത്തെന്ന് പറയും. വടക്കൻ കേരളത്തിൽ അന്നദാനം, അതായത് അന്നദാന പ്രഭുവായ ആ ഭഗവാനെ ദർശനത്തിന് പോകുമ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് അവിടെ അന്നദാനം എല്ലാവർക്കും നടത്തിയിട്ട് ശരണം വിളികളോടുകൂടി അന്ന് കെട്ടുമുറുക്കി രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിലാണ് അവർ ദർശനത്തിന് പുറപ്പെടുന്നതൊക്കെ. അതൊരു പക്ഷേ ചിലപ്പം 10-100 കെട്ടുകളൊക്കെ ഉണ്ടാവും. 10-100 അയ്യപ്പന്മാരായിരിക്കും അന്ന് കെട്ടുമുറുക്കുക. അപ്പം രാവിലെ മുതലേ ഒരു ഉത്സവത്തിൻ്റെ പ്രതീകമായ കാലത്തെ തുടങ്ങി ഇടയ്ക്ക് അന്നദാനം, ഭജന ഇതെല്ലാം നടത്തി അഴിപൂജയും എല്ലാം നടത്തിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ കെട്ടുമുറുക്കിയാണ് ശബരിമലയ്ക്ക് പോകുക. ഈ അന്നദാനവും അല്ലെങ്കിൽ കഞ്ഞി വീഴ്ത്ത് ഇതൊന്നും നിർബന്ധമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ദേശാചാരം അനുസരിച്ചിട്ട് അത് ചെയ്തു വരുന്നതാണ്. കാരണം നമുക്കറിയാം, ഭക്തന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അവർ
ഒരു ശരണമുഖരിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഒരു ക്ഷേത്രാന്തരീക്ഷം ഒരു ഭവനത്തിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് അവിടെ എത്തുന്ന ഭക്തന്മാർക്കെല്ലാം പ്രസാദമായിട്ട് അന്നം കൊടുത്ത് അതോടൊപ്പം ഈ അയ്യപ്പന്മാരും ഇതെല്ലാം കഴിച്ച് അവിടെ നിന്ന് കെട്ടുമുറുക്കി പോവുക എന്നുള്ള ഒരു ഭക്തിശാന്തരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ചിലയിടങ്ങളിൽ ഭജന നടത്താറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആഴിയും പടുക്കയും എന്ന് പറഞ്ഞ്, അത് ആഴി എന്ന് പറഞ്ഞാൽ ചെറിയ ആഴി കൂട്ടി അത് അയ്യപ്പനെ സങ്കല്പിച്ചുകൊണ്ട് അതിന് പ്രദക്ഷിണമൊക്കെ തൊഴുത് പ്രദക്ഷിണമെല്ലാം വെച്ച് അങ്ങനെ ആചരിച്ചു വരുന്നുണ്ട്. അതേപോലെ പടുക്ക എന്ന് പറഞ്ഞാൽ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും ഗണപതിയും അവരുടെ എല്ലാ ഇഷ്ടദേവതമാരും ദേശദേവതമാരും പരദേവതമാരെയും എല്ലാം കണക്കാക്കി നിലവിളക്ക് കൊളുത്തി വെച്ച് അതിൻ്റെ എല്ലാം മുമ്പിൽ അവർക്ക് നിവേദ്യാദികൾ സമർപ്പിക്കപ്പെടുന്നു. അതിനെയാണ് പടുക്ക എന്ന് പറയുന്നത്. പടുക്കയെല്ലാം സമർപ്പിച്ച് അവരെല്ലാം വന്നിച്ച് സ്മരിച്ച് ഭജനയും നടത്തിയതിന് ശേഷമാണ് കെട്ടുമുറുക്കുക. ഈ ഇരുമുടി കെട്ടിന് പലരും പല നിറം ഉപയോഗിക്കാറുണ്ട്. ചിലർ ചുവപ്പ് കളറ്, നീല, കറുപ്പ്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ കന്യയ്യപ്പനാണെന്നുണ്ടെങ്കിൽ ഇന്ന നിറം എന്ന് അങ്ങനെയൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കറുത്ത വസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കറുത്ത ഇരുമുടി ധരിക്കുന്നവരുണ്ട്. പിന്നെ ആ ഇരുമുടി എന്ന് പറയാൻ നമുക്കറിയാം പുണ്യപാപ ചുമടുകൾ നിറയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. പുണ്യപാപ ചുവടുകൾ കവിതയിൽ പാട്ടിൽ തന്നെ പറയും. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുൻമുടി ദേവൻ്റെ സമർപ്പണം, പിൻമുടി നമുക്ക് ഉപയുക്തം എന്നാണ്. അപ്പോൾ ഈ മുൻമുടി മനസ്സിലാക്കാൻ അവിടെ ചെല്ലുമ്പോൾ മുൻമുടിയിൽ തുറന്നാണ് ഭഗവാൻ സമർപ്പിക്കാനുള്ളത് എടുക്കുക. അപ്പം മുൻമുടി മനസ്സിലാക്കാൻ അവിടെ ഒരു മുദ്ര, ഒന്നുകിൽ അയ്യപ്പൻ്റെ പടമോ എന്തെങ്കിലും ഒരു ഓംകാര പ്രതീകം എന്തെങ്കിലും ഒന്ന് കൊടുത്തിരിക്കും. അതാണ് അതിൻ്റെ അത് മുൻമുടിയാണ് എന്ന് മനസ്സിലാക്കാൻ. മുൻമുടി മുന്നോട്ട് തന്നെ ഇരിക്കുന്നു, പിൻമുടി പിന്നോട്ട്. അതുകൊണ്ടാണ് ഇതിന് രണ്ടും ഇരുമുടി എന്ന് പറയുന്നത്. അപ്പോൾ മുൻകെട്ടിൽ എന്തെല്ലാം വേണം? മുൻകെട്ടിൽ പ്രധാനമായിട്ട് നെയ്ത്തേങ്ങ. നമുക്കറിയാം ജീവാത്മാവായും പരമാത്മാവായും കണക്കാക്കപ്പെടുന്ന നെയ്ത്തേങ്ങയാണ്. അതിൽ നമ്മുടെ ജീവസ്വരൂപമായിരിക്കുന്ന ആ നെയ്യിനെ ആ ശരീരതുല്യമായി നമ്മൾ കൽപ്പിക്കപ്പെടുന്ന ആ നാളികേരത്തിലേക്ക് നിറച്ചെടുക്കുന്നതാണ് നെയ്ത്തേങ്ങ. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ നിവേദ്യത്തിനുള്ള അരി അന്നദാനപ്രഭുവായ ഭഗവാൻ സമർപ്പിക്കുവാൻ ഉണക്കലരി പ്രാർത്ഥനയോടുകൂടി വാരിയിടുന്നു. 3 തവണ പിടി. അതെ, 3 പിടി വാരിയിടുന്നു. അത് കഴിഞ്ഞാൽ ആ ഭഗവാന് അവിടെ സമർപ്പിക്കുവാൻ കാണിക്ക വെക്കുവാനായി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ദക്ഷിണ സമർപ്പിക്കുവാനായി, ദക്ഷിണയാണെന്ന് വിശ്വസിച്ച് സമർപ്പിക്കുവാനായിട്ടുള്ള കാണിപ്പൊന്നെന്ന അതിന് പറയുക. കാണിപ്പൊന്ന്, ഇത് 3 നിർബന്ധം. അതേപോലെ ഈ കാണിപ്പൊന്നിലെ ഒരു സംശയമുണ്ട്. ചിലർ പിന്നെ അവിടെ കാണിച്ചിട്ട് തിരികെ കൊണ്ടുവരുന്നു. ഇവിടെ ഏതെങ്കിലും ദേശത്തെ ക്ഷേത്രത്തിൽ അല്ല, അങ്ങനെയല്ല. ആ ദേവന് സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നെയ്ത്തേങ്ങ നമ്മുടെ അഭിഷേകം കഴിക്കുന്നു, അന്നദാന പ്രഭുവിന് നിവേദ്യത്തിന് വേണ്ടി അവിടെ അരി കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഈ ദക്ഷിണ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. നമുക്കറിയാമല്ലോ. അപ്പോൾ പടിയിൽ ഉടയ്ക്കാനുള്ള തേങ്ങയും അത് മുൻമുടിയിൽ തന്നെയാണ്. ഇനി ഇപ്പം ചില പിന്നെ വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇരുമുടിക്കെട്ടിലേക്ക് ഇപ്പം അരി 3 പിടി വാരി ഇടും. അതെ, വീട്ടിലുള്ളവരും ഇടാറുണ്ട്. തീർച്ചയായും എല്ലാം ഞാൻ പറഞ്ഞല്ലോ. അത് മാത്രവുമല്ല, നമ്മൾ പ്രധാനമായിട്ട് മാല ധരിച്ച ഒരു അയ്യപ്പൻ, അദ്ദേഹം നെയ്ത്തേങ്ങ നിറച്ചിരുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയോ അച്ഛനോ ശബരിമലയ്ക്ക് വരാൻ നിർവാഹമില്ലാത്ത അതേപോലെ കൊച്ചുകുട്ടികളോ അവർക്കെല്ലാം വ്രതശുദ്ധിയോടുകൂടി ഉള്ളവരാണെങ്കിൽ അവർക്കും നെയ്ത്തേങ്ങ നിറച്ച് ഈ അയ്യപ്പൻ്റെ കൈ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ആ കെട്ടിൽ ഒന്നിൽ കൂടുതൽ നിർബന്ധമായിട്ടും അതിനും നമ്മൾ പറയാറുണ്ട് മുദ്ര. നെയ്ത്തേങ്ങയ്ക്ക് ഒരു മുദ്ര എന്നാണ് പറയുക. അത് നെയ്യ് നിറച്ചു കഴിഞ്ഞാൽ അത് മുദ്ര വെച്ച്, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന മുദ്ര തന്നെ, 2 മുദ്ര, അത് സീല് വെക്കുകയാണ്. അപ്പോൾ സീലിനെ നമ്മുടെ മലയാള പദമാണ് മുദ്ര. അപ്പോൾ ആ മുദ്ര എത്ര മുദ്രകൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. കാരണം ചിലർക്ക് വയസ്സായ അവർക്ക് മല ചവിട്ടാനോ യാത്രയ്ക്കോ പറ്റില്ല. പക്ഷേ അയ്യപ്പനെ നമുക്ക് എന്തെങ്കിലും സമർപ്പിക്കണം. തീർച്ചയായിട്ടും അവർക്ക് ഈ നെയ്ത്തേങ്ങ നിറച്ച് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് അവിടെ ഭഗവാൻ സമർപ്പിക്കാനുള്ള ആ അരി നമുക്ക് വാരിയിടും. അങ്ങനെ പതിവുണ്ട്. ഇനി പിൻകെട്ടിൽ വരുമ്പോൾ വേണ്ടത് കാര്യങ്ങൾ, പിൻപെട്ടിൽ പ്രധാനമായി നമുക്ക് വേണ്ടത് പഴയ കാലത്ത് ദിനരാത്രങ്ങൾ നടന്നാണ് സന്നിധാനത്തിലെത്തുക. അപ്പോൾ പിൻപെട്ടിൽ ഒരു പരിധിവരെ നമുക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വർജ്യമല്ലാത്ത, അതല്ലെങ്കിൽ ഈ വേവിച്ച പാകം ചെയ്തതല്ലാത്തതായ ഭക്ഷണ സാധനങ്ങൾ, അതിനാവശ്യമുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ കഞ്ഞിയൊക്കെ വെക്കണമെന്നുള്ള അരി, നാളികേരം, ഇങ്ങനെയുള്ള സാധനങ്ങളും പഴയ കാലത്ത് പിൻകെട്ടിൽ വെച്ചിരുന്നു. പണ്ട് പമ്പയിൽ പോകുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ 18-ാം പടി അടിച്ചു കയറുവാനും 18-ാം പടി
തിരിച്ചിറങ്ങുമ്പോൾ വന്നടിക്കുവാനും അങ്ങനെയുള്ള അവർക്ക് അതിനുള്ള നാളികേരങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിനുള്ള സൗകര്യം കിട്ടാറില്ല. എങ്കിലും സങ്കല്പിച്ച് താഴെ വന്ന് അടിച്ചിട്ട് പോരും. അതുപോലും ചില സമയത്ത് തിരക്ക് കാരണം ബ്ലോക്ക് ചെയ്യാറില്ല. പഴയ കാലത്ത് പക്ഷേ നമുക്ക്, അതാണ് ഞാൻ നേരത്തെ നമുക്കുള്ള സാധനങ്ങൾ, നമ്മളുടെ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉദ്ദേശിച്ചത് അതാണ്. കാരണം ഈ ഭക്ഷണത്തിന് തയ്യാറാക്കാനുള്ള പച്ചക്കറികളോ അരിയോ പല വ്യഞ്ജനങ്ങളോ ഒക്കെ പിൻകെട്ടിൽ പഴയ കാലത്ത് ഇത് അതിൽ സംഘടിക്കുമായിരുന്നു. പക്ഷേ ഇന്നത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആരും അത് കരുതാറില്ല. ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ഇല്ലേ, ഇപ്പം കൽക്കണ്ടം, പിന്നെ ചന്ദനത്തിരി, കർപ്പൂരം, അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ സമർപ്പിക്കണം എന്നുള്ളവർക്ക് നിർബന്ധമായിട്ടും അത് സമർപ്പിക്കാം. പക്ഷേ അതെല്ലാം ഒരു പരിധി വരെ അത് പരമാവധി കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ ഇപ്പോൾ വരുന്നതെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ്. അപ്പം പ്ലാസ്റ്റിക് കവറുകളിൽ അവിടെ സന്നിധാനത്ത് ചെന്നാൽ അയ്യപ്പൻ്റെ സഹജീവികളായിട്ട് അവിടെ വസിക്കുന്ന അവിടെ മൃഗങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടും അവരുടെ നാശത്തിനും അത് കാരണമാകാറുണ്ട്. പ്ലാസ്റ്റിക് പരമാവധി സന്നിധാനത്തിന് വർദ്ധിക്കുക അല്ലെങ്കിൽ ആ സന്നിധാനത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് കൊണ്ടാണ്, പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതാണ് പാക്ക് ചെയ്ത് വരുന്ന ആ സാധനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ കൽക്കണ്ടമോ മുന്തിരിങ്ങയോ മഞ്ഞൾപ്പൊടിയോ മഞ്ഞളോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും മഞ്ഞളിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കൊണ്ടുപോകാറുണ്ട്. അത് നിർബന്ധമാണ്. കാരണം മാളികപ്പുറത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ. അല്ലാതുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒന്നുകിൽ തുണിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ല ചെറിയ തുണിസഞ്ചി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ മാളികപ്പുറത്ത് ഈ അവിലും മലരും കൽക്കണ്ടവും എല്ലാം കൂടെ കൊടുത്ത് നിവേദിക്കാറുണ്ട്. അത് മാളികപ്പുറത്തല്ല, സന്നിധാനത്തും കൊടുക്കാറുണ്ട്. അതിന് പക്ഷേ തിരക്ക് കാരണം നടക്കത്തില്ല. അത് ചിലപ്പോൾ ഭക്തന്മാരെ ജനബാഹുല്യം വന്നു കഴിയുമ്പോൾ ഇത് കൊണ്ടുപോകുന്ന അവലും മലരും ശർക്കരയോ കൽക്കണ്ടോ ഇതെല്ലാം ഒരു പ്രത്യേകം പാത്രത്തിൽ തയ്യാറാക്കിയിട്ട് ഒന്നുകിൽ മാളികപ്പുറത്ത് കൊടുക്കും, അല്ലെങ്കിൽ സന്നിധാനത്ത് കൊടുക്കാൻ പറ്റി അവിടെ കൊടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതെല്ലാം സന്നിധാനത്ത് തന്നെ കൊടുക്കും. അതേപോലെ മാളികപ്പുറത്ത് കൊടുക്കും. ഒരു പക്ഷേ ഇവിടെ രണ്ടിടത്ത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉപദേവന്മാരുണ്ടല്ലോ അവിടെ നവഗ്രഹങ്ങൾക്കോ നാഗരാജാവിനോ ഗണപതിക്കോ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് നിവേദിച്ച് വാങ്ങിക്കാറുണ്ട്. ഇത് തിരികെ വീട്ടിൽ കൊണ്ടുപോകാം, പ്രസാദമായി വീട്ടിൽ കൊണ്ടുപോകാം. അതെ. അപ്പം ഈ അവലും മലരും എല്ലാം മുൻകെട്ടിലോ പിൻകെട്ടിലോ അതോ തോൾസഞ്ചിയിലോ? മുൻകെട്ടിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് മുൻകെട്ടിൽ നിക്ഷേപിക്കുക. മുൻകെട്ടിൽ നിക്ഷേപിച്ച് ഭഗവാനുള്ളതാണല്ലോ, അപ്പം മുൻകെട്ടിൽ തന്നെയാണ് അത് വേണ്ടത്. അതുപോലെ ഇതിൽ നമ്മൾ ഇരുമുടിയിലിടുന്ന അരി പിന്നെ അവിടെ ദേവസ്വത്തിൻ്റെ ഒരു കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പായസം നിവേദ്യം വെള്ള നിവേദ്യം ലഭിക്കും. ഒന്നുകിൽ ദേവസ്വത്തിൻ്റെ കൗണ്ടറിൽ ശർക്കര നിവേദ്യവും വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഒരു പക്ഷേ അതിന് ക്യൂവും ബഹളമാണെങ്കിൽ സാധാരണ അയ്യപ്പന്മാർ അത് ഈ അരി നിക്ഷേപിക്കാൻ വേണ്ടി അവിടെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും, അവിടെ കൊടുക്കും. അതുമല്ല എങ്കിൽ അവിടെ തന്നെ ഒരു പക്ഷേ നെയ്ത്തേങ്ങ കൊടുക്കുന്നതോടൊപ്പം അവിടെ ദേവസ്വത്തിൽ പല അത് ഏൽക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ടാവും, അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പിന്നെ ഇരുമുടി തിരിച്ചു വരുമ്പോൾ അതിലെല്ലാം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എല്ലാം പ്രസാദങ്ങളാണ്. എല്ലാം പ്രസാദം. പിന്നെ ഈ അവിലും മലരും മാളികപ്പുറത്ത് നേദിച്ചതും പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന അപ്പമരവണം ഇത്യാദി പ്രസാദങ്ങളൊക്കെയാണ്. അപ്പം പിന്നെ നമ്മൾ ഇരുമുടിക്കെട്ട് നമ്മൾ തോൾസഞ്ചിയിലാക്കിയാണ് മടങ്ങുന്നത്. ആ പോയ പോലെ തിരികെ തോളിലോ വേണം. പഴയ കാലത്ത് 18 പടി ചവിട്ടി ഇറങ്ങാമായിരുന്നു, ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രസാദം നമ്മൾ ഭഗവാന്റെ പക്കൽ നിന്നും വാങ്ങുന്ന അല്ലെങ്കിൽ ആ ദർശനം കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന പ്രസാദം, ഭഗവാന്റെ ആ പൂജിച്ച ചന്ദനം കളപ്പം ഇതെല്ലാം ഉണ്ടാവും. അതും ഈ വാങ്ങിയിട്ടുള്ള പ്രസാദങ്ങളെല്ലാം ഈ 2 മുടികളിലായിട്ട്, ഇരുമുടി 2 ഭാഗങ്ങളിലായിട്ട് മുൻമുടിയിലും പിൻമുടിയിലും നിറച്ച് അത് വീണ്ടും ശിരസിൽ വഹിച്ചുകൊണ്ടാണ് 18 പടി പഴയ കാലത്ത് ഇറങ്ങി വന്നിരുന്നത്. എന്നിട്ട് ഈ ഇരുമുടി പണ്ട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഇരുമുടി തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുമായിരുന്നു പിറ്റത്തെ വർഷത്തിന് വേണ്ടി. ഇപ്പോഴത്തെ ഇരുമുടിയൊന്നും അത്രയും നിൽക്കുന്നില്ല. അപ്പം ഓരോ തവണയും പുതിയ ഇരുമുടി ഉപയോഗിക്കുന്നതാണോ നല്ലത്? ഇല്ല, പുതിയത് വാങ്ങണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതിൻ്റെ ഗുണം വളരെ മോശമാണ്. അതിൽ വളരെ ഗുണമില്ലാത്ത തുണിയിലൊക്കെയാണ് തയ്ച്ചെടുക്കാറ്. അതേപോലെ തന്നെ അത് അടുത്ത വർഷത്തേക്ക് വളരെ ശോച്യാവസ്ഥയിലാവുന്നുണ്ട്. അതുകൊണ്ട് പുതിയത് വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയത് വാങ്ങണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ആ ഇരുമുടിയെ ശുദ്ധമായിട്ട് നനച്ച് കഴുകി ഉണക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത വർഷം എടുക്കാവുന്നതേ ഉള്ളൂ. എടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ നമ്മൾ പമ്പയിലെ ഗണപതി കോവിലിൽ അടിക്കേണ്ട
ഒരു തേങ്ങ കരുതണം എല്ലാ ഭക്തരും, അല്ലേ? അതെ. കാരണം വിഘ്നങ്ങളെല്ലാം മാറ്റി അവിടെ നിന്ന് പിന്നെ യാത്ര മലകയറ്റം ആയതുകൊണ്ട് അതെ. അപ്പോൾ അത് ആ തേങ്ങ തോൾ സഞ്ചിയിൽ കരുതിയാൽ മതിയാകും. ആ പമ്പാ ഗണപതിക്ക് അത് വിഘ്നേശ്വരന് വിഘ്നങ്ങളില്ലാതെ എൻ്റെ യാത്ര അനുസ്യൂതം തുടരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവിടെ സമർപ്പിക്കാറുണ്ട്. അത് നമ്മൾ പ്രത്യേകമായി കരുതേണ്ടതാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ കെട്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട് അഴിക്കുന്നത് സന്നിധാനത്ത് ചെന്നിട്ട് മാത്രമേ ഉള്ളൂ. 18ാം പടി കയറുന്നതിന് മുമ്പാണ്. അത് അവിടെ ആ ക്യൂ കോംപ്ലക്സിലോ മറ്റോ എവിടെയെങ്കിലും വെച്ച്, അത് ഇന്നത്തെ ഈ തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും പ്രത്യേകം നിഷ്കർഷിക്കാൻ പറ്റില്ല. അതെ, അവിടെ വെച്ച് ഉടയ്ക്കേണ്ട തേങ്ങ എടുക്കണം. പിന്നെ നമ്മൾ ആ ഇരുമുടിയും ശിരസിൽ വെച്ചുകൊണ്ട് വേണം കയറാനായിട്ട്. പിന്നീട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നേ ദിവസം അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ ഈ മുദ്ര ഉടച്ച് അതിലെ നെയ്യ് പാത്രത്തിലാക്കി കൊടുത്ത് അഭിഷേകം ചെയ്യുക. അത്രേ ഉള്ളൂ. അഭിഷേകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിഷേകപ്രിയനാണ്, നെയ്യഭിഷേകപ്രിയനാണ് അയ്യപ്പൻ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അടങ്ങിയ ശരിക്കും നമ്മുടെ ജീവൻ്റെ ആ അംശം തന്നെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഭഗവാനിലോട്ട് ലയിക്കുവാനായിട്ട് നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് ആത്മനിർവൃത്തിക്ക് വേണ്ടിയാണ് നെയ്യഭിഷേകം നമ്മൾ കൊടുക്കുന്നത്. ആ നെയ്യിനെ അദ്ദേഹത്തിന് അഭിഷേകം കഴിച്ച് ആ അഭിഷേകം കഴിക്കുന്ന നെയ്യിൽ നിന്നൊരു ശിഷ്ടം കുറച്ച് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് തരും. അതാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും പ്രസാദവും ഔഷധവുമായിട്ട് നമ്മൾ സേവിക്കാറ്. ഇപ്പോഴത്തെ തിരക്ക് കാരണം ചിലർ കണക്കുകൂട്ടലിനനുസരിച്ച് അവിടെ എത്താൻ കഴിയുന്നില്ല. അപ്പോൾ അഭിഷേക സമയം കഴിയും, ഉച്ചയ്ക്ക് മുമ്പ് അഭിഷേകം സാധിക്കത്തില്ല, കഴിയും. അപ്പോൾ പിന്നീട് അന്നേ ദിവസം അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പോൾ കൊണ്ടുപോകുന്ന ഈ മുദ്രയിലെ നെയ്യ് അവിടെ നെയ്ത്തോണിയിൽ അത് നെയ്ത്തോണിയിൽ സമർപ്പിക്കപ്പെടുന്ന നെയ്യിനെ അത് ചില ദിവസങ്ങളിൽ നെയ്ത്തോണിയിൽ നിന്ന് അത് ശേഖരിച്ച് അഭിഷേകത്തിന് എടുക്കുന്നുണ്ട്. അതെ, അതും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു സംവിധാനം ചെയ്തതായി അറിയുന്നു. ഈ നെയ്യ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആടീശിഷ്ടം നെയ്യായിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നു എന്നറിയുന്നുണ്ട്. അപ്പം ഭക്തന് വേറൊരു തരത്തിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു ഭാഗം ക്ഷമ. അതെ അതെ. ആ ക്ഷമയ്ക്ക് നമ്മുടെ കയ്യിൽ സഹനശക്തിയോടുകൂടി ക്ഷമിച്ച് നിൽക്കാമെങ്കിൽ ഇതെല്ലാം സാധിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ജനത്തിരക്കുണ്ടെങ്കിലും നമുക്കറിയാം, ഒരു നോക്കൊന്ന് കണ്ട് അയ്യപ്പനെ തൊഴുത് ആ നെയ്യഭിഷേകം നടത്തിയിട്ട് വരുവാൻ സാധിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മൾ പോയാൽ മതി. ക്ഷമയോടുകൂടി നിൽക്കുക, എല്ലാം സാധിക്കും. അപ്പോൾ ഈ അഭിഷേകം നടത്തിയ നെയ്യ് നമുക്ക് കുറച്ച് കിട്ടും. അതുമായിട്ട് വീട്ടിലെത്തിയാലേ ഇത് ഏത് തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം? ശുദ്ധമായിട്ട് നമുക്ക് നെയ്യായിട്ട് തന്നെ സേവിക്കാം, ഔഷധമായിട്ട് സങ്കല്പിച്ച് സേവിക്കാം. അല്ലാതെ നമുക്ക് പുലർച്ചെ അതെ 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 അല്ലാതെ ശുദ്ധമായിരിക്കുന്ന അവസരത്തിൽ ശുദ്ധമായിട്ട് നമുക്ക് അത് സേവിക്കാവുന്നതാണ്. അപ്പോൾ അത് വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഏതെങ്കിലും സ്ഥലത്ത് സൂക്ഷിക്കണം. അത് ആ ഭക്തന് കൂടുതൽ അതെ തീർച്ചയായിട്ടും അവനറിയാം, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ആ നെയ്യ് നമ്മൾ തീർത്ഥം സേവിക്കുന്നത് പോലെ നെയ്യ് കുറച്ചെടുത്ത് സേവിക്കാറുണ്ട് ഭക്തന്മാർ. ഇപ്പോഴും എൻ്റെ വീട്ടിൽ അവിടെ നിന്ന് അഭിഷേകം കഴിച്ചുകൊണ്ട് നെയ്യ് കുറച്ചെങ്കിലും ഉണ്ടാവും, സൂക്ഷിച്ചു വെച്ചിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിന് ഒരു തുള്ളി എടുത്ത് സേവിക്കുക. അതറിയാമല്ലോ, ശബരിമലയിലെ അയ്യപ്പൻ്റെ നെയ്യ് വരുന്നത് പോലെയാണ് ഗുരുവായൂർ ഭഗവാൻ അഭിഷേകം കഴിച്ച എണ്ണ എന്നതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലെയും വളരെ പ്രത്യേകമായ ഇങ്ങനെ ദിവ്യമായിട്ട് ലഭിക്കുന്ന പ്രസാദങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ശബരിമല അയ്യപ്പനെ അഭിഷേകം കഴിച്ച നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ കെട്ടുനിറയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അത് എന്തായാലും വ്രതമാണ്, അതെ, മനസ്സിൻ്റെ ഒരു ശുദ്ധിയാണ്, മനഃശുദ്ധി അതെ ഏറ്റവും പ്രധാനം. ഇനി ശബരിമലയിലേക്കുള്ള യാത്ര ഏത് തരത്തിലാകണം, അതായത് പല വഴികളിലൂടെ പോകാം. ആ വഴികളിലൂടെ നമുക്ക് അടുത്ത ലക്കത്തിൽ വരാം. സ്വാമിയേ ശരണമയ്യപ്പ.